നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ആണ്ടിൽ വിഷുഫലമായി പറയുന്നത് ഈ മേടമാസം മുതൽ വരുന്ന മേടമാസം വരെ, ഏപ്രിൽ 14 മുതൽ വരുന്ന ഏപ്രിൽ 13 വരെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടുവാനും സാമ്പത്തിക പുരോഗതിക്കും യോഗമുണ്ട്. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ശുഭഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. പുതിയ കർമ്മപദ്ധതികളിൽ ഏർപ്പെടുവാനും വിപുലീകരിക്കുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവ ഉണ്ടാകുവാനും തന്മൂലം പലവിധത്തിലുള്ള ആനുകൂല്യങ്ങളോടുകൂടിയതായിട്ടുള്ള മറ്റൊരു ഉദ്യോഗം ആഗസ്റ്റ് മാസത്തിന് ശേഷം ലഭിക്കുവാനുമിടയുണ്ട്. ഒരു പക്ഷേ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ കൂടി കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിക്കുവാനും തന്മൂലം വിതരണ മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള നേട്ടം കൈവന്നു ചേരുവാനും സാമ്പത്തിക പുരോഗതിക്കും യോഗമുണ്ട്. പുതിയ തൊഴിൽ മേഖലകളിൽ ഒപ്പുവയ്ക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. കരാർ ജോലികളിൽ നിന്നും സാമ്പത്തിക പുരോഗതിക്ക് യോഗമുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള അവസരം പുതിയ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. വിദേശയാത്ര സഫലമാകും. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ അവലംബിക്കുവാനുള്ള സാധ്യത കൂടി ഈ അനിഴം നക്ഷത്രക്കാർക്ക് ഈ 2016 ആണ്ടിലെ വിഷുഫലമായി പറയുന്നു. നമസ്കാരം.